ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ സുഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മുടെ കാട്ടാക്കടയുള്ള കാട്ടാക്കട അല്ല കേട്ടോ, കറക്റ്റ് കാട്ടാക്കട അല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പുഷ്പഗിരി തൂങ്ങാമ്പാറ എന്ന് പറയും. കാട്ടാക്കട കഴിഞ്ഞിട്ട് തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പുഷ്പഗിരി എന്ന് പറയുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. നമ്മൾ നേരത്തെ മുൻപൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ചെറുപുഷ്പ അല്ലേ, അങ്ങനെ ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ എത്തിയിരിക്കുന്നതിന്റെ കാര്യം എന്താണ് ബാബുജി? അവിടെ ഇപ്പൊ ക്രിസ്തുമസ് രാവ് അല്ലേ? ക്രിസ്തുമസ് രാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോ നടക്കുന്നുണ്ട്. അത് 2024 ഡിസംബർ 23 ഇത് ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് രാവ് ആണെങ്കിൽ പറയാം, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ തൊട്ട് നമ്മൾ ഫസ്റ്റ് ഗേറ്റ് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ആ എൻട്രി പോയിന്റിൽ 50 രൂപയാണ് ഒരാൾക്ക് ഫീസ്. പിന്നെ കൊച്ചുകുട്ടികൾക്ക് 30 രൂപ ഫീസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇടത് സൈഡും വലത് സൈഡിലും രണ്ട് സൈഡിലും വിവിധ രീതിയിലും വിവിധ വർണ്ണങ്ങളിലുള്ള പുൽക്കൂടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുൽക്കൂടുകളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് വെറൈറ്റി കണ്ട ഇത് നല്ല ഒരു മലയും പിന്നെ എന്താണ് നമ്മൾ ഒരു സ്റ്റാർ അങ്ങനെയൊക്കെ ഒരു കൊള്ളാമല്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നോക്കിയാൽ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം, ഒരു ആമ്പൽക്കുളവും, എല്ലാം ഒന്നിനൊന്നും മികച്ചതായിരുന്നു. എല്ലാത്തിലും പണ്ട് കാലങ്ങളിലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മതില് എന്ന് പറയുമ്പോൾ അന്ന് പണ്ടൊക്കെ വേലിയായിരുന്നല്ലോ, വേലിയിൽ കൊച്ചു കൊച്ചു വീടുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് ചെയ്തത്. അവിടെ ഒരു പുൽക്കൂട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയാൽ കർഷകരുടെ ഇടയിൽ ഒരു പുൽക്കൂട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കൊട്ടാരം അതിൻ്റെ സൈഡിൽ. കൊട്ടാരം എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ രാജകൊട്ടാരമാണ്. ആ രാജകൊട്ടാരം കാണിച്ചിട്ടുണ്ട്, ഭടന്മാർ നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് പുൽക്കൂട്. പുൽക്കൂട് എന്നത് ഏറ്റവും കുഞ്ഞാണ്. നമ്മുടെ കുഞ്ഞേശു, നമ്മുടെ ഉണ്ണിയേശു ജനിച്ചത് വളരെ താഴ്ന്ന രീതിയിലുള്ള പുൽക്കൂടിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. നമ്മളത് കറക്റ്റ് അത് ഏറ്റവും താഴെത്തട്ടിലാണ് ജനിച്ചത് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ നമ്മൾ പുൽക്കൂട് ഓരോന്ന് കണ്ടു പോവുകയാണ്. അപ്പോൾ അത് വരുന്ന വലിയ വലിയ കെട്ടിടങ്ങളുടെ ഇടയിൽ നമ്മളൊരു കുഞ്ഞ് കാലിത്തൊഴുത്ത്, അതാണ് എല്ലാവരും ഇവിടെ കാണിച്ചത്. ഇത് ഓരോ യൂണിറ്റുകൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണാൻ പറ്റില്ല, ഒരുപാടുണ്ടായിരുന്നു. എല്ലാം ഓരോ യൂണിറ്റുകൾ, കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ ചേർന്ന് അവർ ഓരോന്ന് യൂണിറ്റുകൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പുൽക്കൂടുകൾ. ഇത് നോക്കിയേ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ മേലിലാണ് സ്റ്റാർ സാധാരണ. ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടേ അവരൊരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കിണറും അടിപൊളി ഒരു സ്റ്റാറും മേലിലും ഉണ്ട്. ഒരു വെള്ളച്ചാട്ടം, അത് നോക്കിയേ, വെള്ളച്ചാട്ടത്തിലെ കളർ ലൈറ്റും കാര്യങ്ങളും. അത് നേരെ ഇറങ്ങുന്നത് എവിടെ നോക്കിയേ, നമ്മുടെ കാലിത്തൊഴുത്തിൻ്റെ അടുത്തോട്ടാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലിത്തൊഴുത്ത് ഏതെല്ലാം രീതിയിൽ ഉണ്ടാക്കിയല്ലേ. അതെ, അവിടെ മൃഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ കൊക്ക്, കുളം, അങ്ങനെയുള്ളത്, പാലം, ഇങ്ങനെയുള്ള എല്ലാം, വേലി, പിന്നെ നമ്മളെ കാശ്മീർ കണക്കൊരു മഞ്ഞുമല, എല്ലാ സെറ്റപ്പും ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗൈസ് നമ്മൾ കയറിയത് സ്വർഗത്തിലേക്ക്. സ്വർഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഏദൻ തോട്ടം നമ്മുടെ ബൈബിളിലെ ആദ്യമായിട്ട് പറയുന്നതാണ്. ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കിയ ആദ്യം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ആദാം ഹൗവയും സൃഷ്ടിച്ച ശേഷം അവരെ കൊണ്ടാക്കുന്നത് ഏദേൻ തോട്ടത്തിലാണ് കേട്ടോ. അവിടെ നിന്നുള്ള കായ്കനികൾ ഭക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ഈ ആദാമിനെ ഹൗവനെയും കൊണ്ട് ഏദേൻ തോട്ടത്തിലാക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. അതിവിടെ അവര് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പൂന്തോട്ടവും പൂന്തോട്ടമല്ല, നമ്മളെ മുന്തിരിത്തോട്ടവും അതിലെ ആദിമ മനുഷ്യർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് ബൈബിൾ തുടങ്ങുമ്പോൾ ആദ്യം മനുഷ്യരെന്ന് അറിയപ്പെടുന്നത് ആദ്യം ഉണ്ടായ ആദത്തിന്റെ വാരിയല്ലൂരി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോഴേ അവര് അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ കുട്ടികളെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ കുറിച്ചുള്ള ചാപ്പൽ ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ പകലുള്ള വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ഇട്ടേക്കുണ്ട്. പള്ളി നമ്മളിപ്പോ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയൊരു ബൈബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞപ്പോ പിന്നെ പുൽക്കൂടാണ് കൂട്ടുകാരെ. വിവിധ രൂപത്തിലും വർണ്ണത്തിലും ഭാവത്തിലും വിവിധ വർണ്ണത്തിൽ വിവിധ രീതിയിൽ പച്ചപ്പുള്ളതും പച്ചപ്പില്ലാത്തതും. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇതൊരു ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ അത് വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മുടെ ജപമാലയും അങ്ങനെയൊക്കെ ഉള്ളത്, കേക്ക്, പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ എല്ലാത്തിനായിട്ട് കുറേ ഷോപ്പുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് അടുത്ത് കാണുന്നത് എന്താണ് മീനുട്ടി? പുൽക്കൂട്. ആട്ടിടയനെ കാണിക്കുന്നുണ്ട് അവിടെ കേട്ടോ. അവിടെ ഒരു ആട്ടിടയനെ കാണിച്ചിരിക്കുന്നത്
അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? പുൽക്കൂടിനെ മണ്ടയിൽ കണ്ടത് കണ്ടോ? പുൽക്കൂടിന്റെ മണ്ടയിൽ കണ്ടത് ആരെയാ? ഉണ്ണിയേശു താഴെ നിൽക്കുന്നു, മേലെ നിൽക്കുന്ന മാലാഖ. മാലാഖ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതാ കാണിച്ചിരിക്കുന്നു. ഉണ്ണിയേശുക്ക് എന്ത് ഒറിജിനാലിറ്റി ആണല്ലേ. അതെ, നോക്കിയേ. മീനൂട്ടി എന്ന് പറഞ്ഞാൽ മീനൂട്ടി വേറെ ലെവലായിരുന്നു. മീനൂട്ടി ഓടി നടക്കായിരുന്നു. അയ്യോ പുൽക്കൂട്, പപ്പാ പുൽക്കൂട്, ദാ ഇവിടെ പുൽക്കൂട്, ഇതിൽ ഓർച്ചിട്ട് നടക്കരുതല്ലേ. സൂപ്പർ അല്ലായിരുന്നോ? സൂപ്പർ. ഇത്രയും പുൽക്കൂട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഷോ നടക്കുന്നുണ്ടായിരുന്നു, ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു, തുടങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിന്റെ സൈഡിലായിരുന്നു നോക്കിയപ്പോ ഒരു പാപ്പ, ഒരു വലിയൊരു ക്രിസ്മസ് പാപ്പ ഇന്നിപ്പോ ഉണ്ട് അല്ലേ. അതൊരു വള്ളത്തിലാണ് നിർത്തിയിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നും നമ്മുടെ പുൽക്കൂടിലോട്ടുള്ള യാത്ര തുടർന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു കൊട്ടാരത്തിനടുത്ത് നല്ല അടിപൊളി ഒരു വീട്ടിൽ നോക്കിയപ്പോഴത്തെ ഒരു തൊഴുത്ത്. ആ തൊഴുത്തിൽ നമ്മുടെ പാപം, നമ്മുടെ ആരാണ്? നാഥൻ ഉണ്ണിയേശു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതെ, എല്ലാരും വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. വീട്ടിന്റെ മുറ്റത്തൊക്കെ അവർ നല്ല രീതിയിൽ ക്യാഷുള്ള ആളിന്റെ വീടാണ്. അപ്പോൾ ആ വീട്ടിന്റെ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ കല്ലും കാര്യങ്ങളും എല്ലാം ചെയ്ത് പൂന്തോട്ടവും എല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയേശു പിറന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കാലത്തൊഴുത്താണ്, വൈക്കോലും കാര്യങ്ങളും. അതെ, വെള്ളച്ചാട്ടമൊക്കെ നോക്കിയാൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് കഴിവെന്ന് പറഞ്ഞാൽ സമ്മതിക്കണമല്ലേ. സത്യം കേട്ടോ, വരാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണണം കേട്ടോ. എല്ലാം ഇവിടെ വരുമ്പോൾ ഒരുപാട് ഐഡിയകൾ കിട്ടും നമുക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഓരോ ഐഡിയകൾ കിട്ടും. അതായത് നോക്കിയാൽ കിണറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കിണർ, സ്റ്റെപ്പ്. ആ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആട്ടത്തൊഴുത്തെന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരുന്നു, തട്ടിന്റെ മണ്ടയിലായിരുന്നു. അതുവരെ ഇപ്പൊ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ആരും പെട്ടെന്ന്. ഇതാണ് മകളെ ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ. മാതാവ്, പിതാവ്, നമ്മുടെ ഉണ്ണിയേശു നോക്കിയേ നിങ്ങള്. ഉണ്ണിയേശു വളരെ അങ്ങ് തെളിഞ്ഞ് നിൽക്കുക, നമുക്ക് എടുക്കാൻ തോന്നുന്നു. ആ പരുവത്തിനാണ് അവിടെ നിൽക്കുന്നത് ഉണ്ണിയേശു. ഇവിടെ പ്രോഗ്രാം സ്ഥലത്തിടുന്നതിനോട് കസേരകൾ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് മുൻപത്തെ വീഡിയോയിൽ. ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് നമ്മുടെ മറിയം യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കുന്ന സമയത്തുള്ള ആ വിഷ്വൽ. അത് കഴിഞ്ഞ് നോക്കിയ നീരാളിയുടെ അകത്തൂടെ നമ്മൾ അകത്ത് കയറി അല്ലേ. നീരാളിയുടെ അതിന്റെ താഴ്ഭാഗത്തൂടെ നമ്മൾ അകത്ത് കയറിയപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ലൈറ്റ്, ചെറിയ ചെറിയ ലൈറ്റുകൾ കണ്ടു. അകത്ത് ചെയ്തേക്കുന്നതാണ് കേട്ടോ. കുറച്ച് വേറെ ലെവല് തന്നെയാണ്. ക്രിസ്മസ് പാപ്പ കിടക്കുന്ന കൊള്ളാം അല്ലേ, പാരച്യൂട്ടിൽ ഇറങ്ങുന്നത്. അതെ, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കണ്ടോ, നമ്മളെ മോനാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ ചേച്ചി വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നമ്മളെ സത്യം പറഞ്ഞാൽ ക്ഷണിച്ചത് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മള് പോകുന്നതിന് കാരണം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ഹൈലൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു ഗുഹയ്ക്കകത്തൂടെ, അവര് ചെയ്ത ഒരു ഗുഹയ്ക്കകത്തൂടെ പോവുകയാണ്. ഗുഹയ്ക്കകത്തൂടെ അന്ധകാരത്തിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നു. എന്താണ് ഗുഹ? അന്ധകാരം. ഇത് അവര് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിലോട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി പോകുന്നതാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു നമ്മളതൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു സസ്പെൻസ് ഒളിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ കാണിക്കത്തില്ല. വന്ന് കാണണം കേട്ടോ. അത് നിങ്ങൾ വന്ന് കണ്ടേ വരും. അത് അവര് ചെയ്തത് നമ്മൾ പൊളിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഈ സസ്പെൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കയറിയത് ആട്ടും തൊഴുത്തിലാണ്. അതെ, ആട്ടും തൊഴുത്ത്, നമ്മുടെ കുഞ്ഞാടുകൾ നിൽക്കുന്ന ഒരു തൊഴുത്തില്. ഇവിടെയും വളരെ വിശാലമായിട്ടൊരു ആട്ടും തൊഴുത്തിലും നമ്മൾ ഉണ്ണിയേശു കിടക്കാനായിട്ട് യൂസ് ചെയ്ത കണക്കുള്ള ഒരു ചെറിയൊരു തട്ടും കാര്യങ്ങളെല്ലാം അവരും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇരുട്ടായതുകൊണ്ട് നമുക്ക് കാണത്തില്ല കേട്ടോ. ഇരുട്ടായതുകൊണ്ട് നമുക്കിവിടെ ഇത് ലൈറ്റുള്ള സ്ഥലമല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ആ ഇരുട്ട് അതുപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ. അതിലിനി കമൻറ്റിൽ വന്ന് ആരും അതങ്ങനെ നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയരുത്. നമുക്കെന്ന് പറഞ്ഞാൽ അത് ലൈറ്റിൽ അതങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇട്ടിട്ട് പോലും അങ്ങനെ കിട്ടുന്നുള്ളൂ. ഇവിടെ നോക്കി 2 കല്ലറകൾ, ഇതും ഇരുട്ട് സ്ഥലത്താണ് കാണിച്ചിരിക്കുന്നത്. ചെറിയൊരു റെഡ് മയത്തിൽ. അത് കഴിഞ്ഞ് ഇറങ്ങുന്നത് നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ ഇറങ്ങി വരുന്നതൊക്കെ ഗോൾഡൻ കളറിലുള്ള ലൈറ്റുകൾ. ഞാൻ വളരെ നമ്മളങ്ങ് തിളങ്ങി നിൽക്കുന്ന സ്ഥലം അല്ലേ വാവച്ചി? ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിറങ്ങുന്നതാണ് ആരെയും കുളിർമ അണിയിക്കുന്ന രീതിയിലുള്ള ഡാൻസ് കളിക്കുന്ന ഒരു വിഷ്വല് അല്ലേ. ഡാൻസ് കളിക്കുന്നില്ലേ? ക്രിസ്മസ് പാപ്പ ഡാൻസ് കളിക്കല്ലേ മിനുട്ടി?
സൂപ്പറാണ്. നമ്മൾ കുറേ നേരം വരെ ഇവിടെ നിന്ന് കേട്ടോ. എന്തൊന്നും മിണ്ടായിരിക്കുന്നത് പറ. മീനുക്കുട്ടിയെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. മീനുകുട്ടി വീഡിയോ കണ്ട് ലയിച്ചിരിക്കുന്നു. ആ ഗുഹയ്ക്കകത്ത മീനുകുട്ടി പിന്നും കയറണമെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയായിരുന്നല്ലേ. നമ്മുടെ പ്രാവശ്യം നമ്മളങ്ങനെ നേരെ വന്ന് ഏതൻ തോട്ടത്തിലാണ് വന്ന് ഇറങ്ങുന്നത്. നമ്മൾ സത്യം ഇപ്പോഴാണ് ഏതൻ തോട്ടത്തിൽ വരേണ്ട. നമ്മൾ നേരത്തെ നമ്മൾ നേരെ വന്ന് ഏതൻ തോട്ടത്തിൽ ഇറങ്ങി. ഏതൻ തോട്ടത്തിൽ ഇതാ ഒന്നുകൂടെയൊക്കെ നിന്നു, അടിച്ച് പൊടിച്ച് നിന്നു. നേരെ അത് കഴിഞ്ഞ് മീനുകുട്ടിയെ കൊണ്ട് പാർക്കിലോട്ട് ചാടി. മീനുകുട്ടി ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളെടുത്ത ഡ്രസ്സാണ്. മീനുകുട്ടി ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സാണ്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മീനുകുട്ടി വലിഞ്ഞഴിഞ്ഞ് കയറാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ലോങ് ഡ്രസ്സാണ് ഇട്ടിരുന്നല്ലേ. ഇവിടെ പാർക്ക് ഉണ്ടായിരുന്നൊന്നും നമ്മൾ അറിയില്ലായിരുന്നു. ഫുൾ സ്ലീവ് ഡ്രസ്സ് നമ്മളൊരു സാധാരണ ഇവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ പാന്റ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് പാർക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പാവം മീനുകുട്ടി കുഴപ്പമില്ല. ഇവിടെ സമയമില്ല എന്നിട്ട് കുട്ടിയൊക്കെ അവര് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടിരുന്നുണ്ടോ. അവിടെ സമയം പറഞ്ഞില്ല. 50 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് പറഞ്ഞത്. അത് വളരെ കുറവാണ്. നമ്മൾ എല്ലായിടത്തും 80 രൂപ 100 രൂപ 120 രൂപയൊക്കെയാണ് പറയുന്നത്. 50 രൂപ അവർ വാങ്ങിച്ചിട്ടുള്ളൂ. അവർ ആ ഒരു കുട്ടികളെയും വിഷമിച്ചിട്ടില്ല. ആരെയും പുറത്തിറങ്ങി പോകുന്നവർ നമ്മളവിടെ നിന്നിട്ട് അരമണിക്കൂർ നിന്ന കുട്ടികൾ വരെ അവിടെ ഉണ്ട്. അത് എത്ര നേരം വേണമെങ്കിലും കളിക്കാം. മീനുവിന് നമ്മൾ കുറേ സമയം വരെ പിന്നെ നിർത്തിയിരുന്നുണ്ട്. വല്ലപ്പോഴേക്കും അവളിങ്ങനെ പാർക്കിൽ കയറണമെന്ന് വിചാരിച്ചിട്ടോ. അതെ, അങ്ങനെ മീനുകുട്ടീനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നമ്മൾ മീനുകുട്ടിയുടെയൊക്കെ ദിവസമല്ലേ, നമ്മളെല്ലാവരും കുഞ്ഞു മക്കളുടെ ദിവസമല്ലേ ക്രിസ്മസ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുമക്കളെ നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടു കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് അല്ലേ ബാബാശിക്കുട്ടി? അതെ, ഞങ്ങളുടെ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ക്രിസ്മസ് രാവ് പ്രോഗ്രാം ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കാണാത്ത ഒത്തിരി പുൽക്കൂടുകൾ കണ്ടു. അപ്പോൾ വരാത്തവർ വന്ന് കാണണം. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം.